കട്ടൻ ചായ 134. ലക്ഷ്മി വെൽക്കംസ് യു. കട്ടൻ ചായ 134 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറയുന്നു. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 3032 പേരായി. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓൾ സബ്സ്ക്രൈബേഴ്സ് ആർ ഇൻവൈറ്റഡ്. വെൽക്കം ടു ദിസ് പ്രോഗ്രാം. ലെറ്റ് us മേക്ക് എ കപ്പ് ഓഫ് ബ്ലാക്ക് ടീ. ഇൻഗ്രീഡിയൻസ് വേണ്ടതിന് ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, മധുരം, തൈലം, വെള്ളം. സ്റ്റാർട്ട്. ടീക്ക് വുഡ് പെക്കർ തന്ന കട്ടിംഗ് ബോർഡുകളെല്ലാ സാധനവും അറേഞ്ച് ചെയ്തിരിക്കുന്നു. മൊത്തത്തിലൊന്ന് കാണിച്ചതിന് ശേഷം വീണ്ടും ഞാനത് എന്തൊക്കെയാണ് എന്ന് പറയും. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്ന് ഭയങ്കര ബിസി ആയതുകൊണ്ട് ഞാനിതിൻ്റെ മൊത്തം ലെന്തങ്ങ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം വേണ്ട ഇഞ്ചി, അത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ കറുവാപ്പട്ട, ഏലക്ക അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നു. അടുത്ത ഐറ്റം ഷുഗർ ഫ്രീ മധുരം, ഷുഗർ ഫ്രീ. ഇത് തേയില, ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് തേയില. ഇനി അടുത്ത ഐറ്റം കപ്പാണ്. കപ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇനി നമ്മൾ ചായ ഉണ്ടാക്കാനുള്ള പാത്രം, അതിന് അരിക്കാനുള്ള പാത്രം, പിന്നെ ഒഴിക്കാനുള്ള വെള്ളം, 2 ഗ്ലാസ് വെള്ളം. അപ്പം പാത്രത്തിൽ അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് ഹീറ്റർ ഓൺ ചെയ്യുന്നു. ഹീറ്റർ ഓൺ ചെയ്തിട്ട് ഇന്ന് 2 മിനിറ്റ് സ്കിപ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. 2 മിനിറ്റ് ഇന്ന് എടുക്കുന്നില്ല. നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇഞ്ചിയും കറുവാപ്പട്ടയും ഇടുക. ഇഞ്ചിയും കറുവാപ്പട്ടയും ഇട്ടതിന് ശേഷം നമ്മൾ തിളയ്ക്കും. വെള്ളം തിളയ്ക്കുന്നത് സ്കിപ്പ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തു. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം തേയില ഇട്ടു. തേയില ഇട്ടതിന് ശേഷം 2 മിനിറ്റ് നേരം വെച്ചു ഊറാൻ വെള്ളം ഊറി വരാനായിട്ട് വെച്ചു. വെള്ളം ഊറി വരാൻ വെച്ചതിന് ശേഷം നമ്മൾ ഷുഗർ ഫ്രീ സ്വീറ്റ്നറൊക്കെ ഇട്ടിട്ട് അരിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. സ്പൂൺ അതിനകത്ത് വെച്ചിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് അത് ഇളക്കണം. ഇത് ഞാൻ ശബ്ദം കൊടുക്കാനായിട്ട് ഒരു സൗകര്യപ്പെട്ട സ്ഥലം കിട്ടാഞ്ഞിട്ട് വിഷമിച്ച് വൈകുന്നേരമാണ് ശബ്ദം കൊടുക്കുന്നത്. രാവിലെ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോഴും സൗകര്യപ്പെട്ട് നമ്മുടെ റൂമിനകത്ത് എത്തിയിട്ടില്ല, വഴിയിലാണ്, ഒരു വേറൊരു സ്ഥലത്ത്. നമ്മളത് പ്രാർത്ഥിക്കുന്ന ടേബിളിലേക്ക് കൊണ്ടുവന്നു. ബൈബിള് വളരെ ആദരവോടുകൂടി ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ 23-ാമത്തെ തീയതിയിലത്തെ പ്രസംഗമാണ് നമ്മൾ ഇതിനെ ആധാരമായിട്ടെടുക്കുന്നത്. ഇന്നത്തെ വചനം മർക്കോസിൻ്റെ സുവിശേഷം 2:1, 2-ാം അധ്യായത്തിൽ 1, 2, 3, 4. അത് ഞാൻ വായിക്കാം. മർക്കോസ് അധ്യായം 2. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനഹൂമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ടോ എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ശുഭം. ഗുഡ് ലക്ക്. ഈ ഓഡിയോ